അപ്പം ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് 7 മാസത്തിൽ റെക്കോർഡിങ് തീർത്ത് രാഷ്ട്രം. ഇത് കൊള്ളാം, കൊള്ളാലേ, ഇത് കൊള്ളാം. മറ്റേത് റെഡും ഇതിനിടയിൽ നമുക്ക് പണ്ടത്തെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. കുറെ കാലത്തിന് ശേഷം റെക്കോർഡിങ്ങിന് പോവാണ്. ഇപ്പോൾ കുറേയേറെ ഗ്യാപ്പായി അല്ലേ? അതിന് ശേഷമാണ് ഇന്ന് അഷ്ടപതി റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ പോകും. ശ്രദ്ധ അവിടെ നേരെ സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയാണ് ആശ്രയ പോവുക? വൃന്ദാവൻ അല്ലേ? പോകുന്ന വഴി വൃന്ദാവനിൽ, പുതിയ വൃന്ദാവനിലേക്കാണ് പോകുന്നത്. പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ വൃന്ദാവനിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം അല്ലേ? ഇവിടെ തന്നെ ഇവിടെ സ്ഥലം കിട്ടിയല്ലോ. ഇതാ പുതിയ വൃന്ദാവനിലാണ് വന്നിരിക്കുന്നത്. തിരിഞ്ഞുപോയി. അതെ, ശ്രേയക്കാണ് അപ്പം. ഏതിൽ മുക്കുന്ന ആലോചിക്കുവാണോ? അതെ, ഏതിൽ മുക്കുമെന്ന് ആലോചിക്കുക. എനിക്ക് ടൊമാറ്റോ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് സാമ്പാർ. എല്ലാം നല്ലതാണ്. ദോശപ്പൊടിയും കൂടെ. ഓക്കെ, മതി. താങ്ക് യു. ഇവിടുത്തെ കടലക്കറിയാണല്ലേ സൂപ്പർ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലെത്തി. മേലേക്ക് പോകാം അല്ലേ? നമ്മൾ മേളിലെത്തി. എല്ലാവരും ഒന്നും തോന്നല്ലോ. മോള് പോയിട്ടുണ്ടാവും സ്കൂളിൽ. ഹലോ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. നല്ലൊരു കാര്യം. സമാധാനം ആയിക്കോട്ടെ. അത് മാറ്റിയോ നോക്കാം. കമ്പോൺ. അയ്യോ, ഇനിയുണ്ട്. ഇത് കൊള്ളാം, കൊള്ളാലേ, ഇത് കൊള്ളാം. മറ്റേത് റെഡും ഇതിനിടയിൽ പണ്ടത്തെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. അമ്മ ഞാൻ പാടാം. ഇതിനകത്ത് പഴയ തന്നെയാ അല്ലേ? ഇത് ഇങ്ങനെ തന്നെയായിരുന്നു അപ്പുറത്തും ആദ്യം. ഓക്കെ, ഇനി ഇത് മാറ്റും അല്ലേ? ഇനി ഇത് മാറ്റി അപ്പുറത്തെ പോലെ തന്നെയാകും. ഇപ്പൊ ഇതിനകത്ത് കയറിയപ്പോ ഒരു ഇരുട്ട് പോലെ അല്ലേ? അതെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നിവേശിതയാചിരം അതല്ല ഒരു ഈ സൈഡിൽ വെക്കുന്ന ഓരോരുത്തർക്കും ഓരോതുപോലെ ആയിരിക്കും അല്ലേ? എനിക്ക് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ, ഞങ്ങള് ലെഫ്റ്റ് സൈഡ് തന്നെ. 90% ആൾക്കാർ കമ്മൽ ഊരുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ വെക്കുമ്പോ കുത്താതിരിക്കാൻ. അതെ, ഇതങ്ങ് കുത്തി കയറും. ഇല്ലെങ്കിൽ
ശ്രദ്ധ അവിടെ ഇരിക്കുന്നു ഗൈസ്. റെഡി? സഖി ഹേ കേശി മദനമുദാ. ഓക്കെ ബൈ. ടാറ്റാ. റെഡി. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ഏതാ? പാടിക്കോളൂ. നിങ്ങൾ പാടുന്നോ? എങ്ങനെയുണ്ട് ഞാൻ പാടിയത്? ഞാൻ അവിടെ പോയി ഒന്ന് കേൾക്കട്ടെ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താ ഒരു മിനിറ്റ്. പിന്നെ ചക്കിത്ത അമ്മ പാടിയ പോലെ തന്നെ. അപ്പൊ ഈ കൃതപരി അതേപോലെ തന്നെയാണ് ഇത്. അതിന്റെ ട്യൂൺ എനിക്ക് അറിയില്ല കേട്ടോ. വസന്തം. പിന്നെ സാധാരണ അഷ്ടപതിയെക്കാളും ഒരു കുറച്ച് സ്ലോ ആണിത്. സ്ലോ ആക്കിട്ട് ഓടി പോരുത് കേട്ടോ. 5 പോയിന്റ് കുറച്ചു. അതെ, അത് ശ്രദ്ധയ്ക്ക് വേണ്ടിട്ടാ. ശ്വാസമൊക്കെ എടുത്ത് പാടണം. അതെ 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 അതെ, കുറച്ച് ബാസമാണ്. താഴെ ആയതുകൊണ്ടായിരിക്കും താഴെ പാടില്ല. അല്ലല്ല അതല്ല, ഒന്നുകൂടെ പ്ലേ ചെയ്യോ അത്? അതാണ് അതാണ് ഹസന്തം. അത് വരണം കേട്ടോ. അല്ലല്ല അല്ല, ഹസന്തം ഹസന്തം. ഓക്കെ നോക്കട്ടെ. കൊള്ളാം അല്ലേ? ഒന്നിച്ച് വന്നപ്പോ കൊള്ളാം അല്ലേ? ഒരു മിനിറ്റ്, അതാ എങ്ങനെയാ? മദനമുദാരം മദനമുദാരം. അതന്നെ, മദനമുദാരം. ഇനി ഇത് 3 കൂടെ പ്ലേ ചെയ്ത് നോക്കി. ഈശ്വര, എങ്ങനെ ഉണ്ടാവും അറിയില്ല. എല്ലാം കൂടെ ഒന്നിച്ച്. സഖി ഹേ കേശി മദനമുദാരം. പറയൂ. അയ്യടാ വാവേ, അതെ ക്ഷീണം ഉണ്ടായിരുന്നോ പാടുമ്പോ? ഇല്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. വിശപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗ്യാപ്പ് ഇട്ടല്ലേ എടുത്തത്? അത് കുഴപ്പം. ശ്വാസമൊക്കെ കിട്ടിയല്ലോ പാടിയപ്പോൾ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് 7 മാസത്തില് റെക്കോർഡിങ് തീർത്ത് രാഷ്ട്രപതി എടുത്ത് തീർത്തിരിക്കുകയാണ്. ഷൂട്ടിനപ്പോൾ ഉടനെ ഷൂട്ട് ചെയ്യാമല്ലോ നമുക്കല്ലേ? ഓക്കെ, ഇന്നത്തെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ശ്രദ്ധ വീട്ടിലേക്ക് പോവുക അല്ലേ? അവിടെ പോയിട്ട് കഴിക്കാം. ഞങ്ങൾക്ക് വേറെ ഒന്നിനൊക്കെ പരിപാടിയുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നീ കാണാം. ബൈ 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 ബൈ. ബൈ. അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2:30 മണിയായി. പക്ഷേ ഇതുവരെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെവി ആയിരുന്നതുകൊണ്ട് എനിക്കിപ്പോഴും വിശക്കാൻ തുടങ്ങിയില്ല. പക്ഷെ ശ്രേയക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ജിഞ്ചറിൽ കയറിയിരിക്കുകയാണ്. ശ്രേയത ഫുഡ് ഓർഡർ ചെയ്യാണ്. ഇപ്പം എന്താ ഓർഡർ ചെയ്തേ? വേണ്ട, ഞാൻ ഓയിലി ഫുഡും മറ്റേ ഹെവി ഫുഡ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പം വേണ്ടത്. ഇല്ലില്ല, എനിക്ക് വേണ്ട വേണ്ട. നല്ലൊരു ദിവസമായിരുന്നു. അഷ്ടപതിയൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉടനെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു.
എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ പോസ്റ്റ് ചെയ്യുക. സമയം കിട്ടുമ്പോഴൊക്കെ കമൻസ് വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.